വയനാട് ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം ഇന്ന്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വയനാട് എംപി പ്രിയങ്ക ഗാന്ധി മുഖ്യാതിഥിയാകും. നിർമ്മാണം പൂർത്തിയാക്കിയ 51 വീടുകൾ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൈമാറും. വീടുകളിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും മുസ്ലിം ലീഗ് നൽകും. വയനാട് നിന്ന് ലിൻഡോ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ താക്കോൽ കൈമാറുന്നത്. നിലവിൽ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വീടുകൾ ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഈ 51 വീടുകളും പൂർണ്ണമായും പൂർത്തീകരിച്ച ശേഷമാണ് മുസ്ലിം ലീഗ് ഈ ദുരിതബാധിതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് കൈമാറുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. മൂന്ന് റൂമുകളാണ് ഈ വീട്ടിൽ ഒരുങ്ങിയിട്ടുള്ളത്. നിലവിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഫർണിച്ചറുകളും ലീഗ് ഇവിടെ നൽകുന്നുണ്ട്. ആകെ 105 വീടുകളാണ് ലീഗ് നിർമ്മിച്ച് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് ഈ കുടുംബങ്ങൾക്ക് കൈമാറുന്നത്. നിലവിൽ വളരെ സന്തോഷകരമായ വയനാടൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണിത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർ ആഘാതം എത്രത്തോളമാണെന്ന് ഇവിടെയുള്ള ആളുകളെല്ലാവരും അല്ലെങ്കിൽ കേരള ജനത മൊത്തം കണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി എന്തായാലും ലീഗ് 51 വീടുകൾ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി ദുരന്തബാധിതർക്ക് കൈമാറും.